ഹായ് കൂട്ടുകാരെ, നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയുടെ അമൃതം നുകരാം എന്ന പ്രവേശക ഭാഗം നമ്മളിവിടെ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ പാഠത്തിൻ്റെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങൾ പാഠഭാഗത്തിൻ്റെ വീഡിയോ കാണുക, അതിനുശേഷം ഇതിൻ്റെ ചോദ്യങ്ങൾ നോക്കുക. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. കേരള പാഠാവലി 6ാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റായ അമൃതം നുകരാം എന്നതിലെ പ്രവേശക പാഠം എഴുതിയത് ദേവകി നിലയങ്ങോടാണ്. ഇവിടെ കവയിത്രിയെ പരിചയപ്പെടുത്തുന്നു. ദേവകി നിലയങ്ങോട് 1928-2023 പ്രശസ്ത മലയാളം എഴുത്തുകാരി. പാലക്കാട് ജില്ലയിൽ ജനിച്ചു. യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. കേരളത്തിലെ മനകളിലെ ബ്രാഹ്മണ സമുദായങ്ങളിലെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ശ്രദ്ധേയ രചനകളിലൂടെ പ്രശസ്തയായി. ഔപചാരിക വിദ്യാഭ്യാസം നേടിയില്ലെങ്കിലും തൻ്റേതായ പഠനത്തിലൂടെ മികച്ച ഭാഷാ പരിജ്ഞാനം നേടി. പ്രധാന കൃതികൾ അന്തർജനം, ഒരു നമ്പൂതിരി സ്ത്രീയുടെ ഓർമ്മക്കുറിപ്പുകൾ, വാതിൽ പുറപ്പാട്, കാലപ്പകർച്ചകൾ തുടങ്ങിയവ. 2023 തൻ്റെ 95ാം വയസ്സിൽ അന്തരിച്ചു. ആദ്യത്തെ യൂണിറ്റിലെ പ്രവേശകത്തിലെ ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യമായിട്ട് 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെപ്പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത്? പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ലേ? ഉത്തരം, അടുക്കളയിലെ പാചകത്തെക്കുറിച്ച് എന്നതിലുപരിയായി ഒരു സ്ത്രീയുടെ പ്രതിഷേധം നമുക്ക് കാണാം. എരിശ്ശേരിയുടെ പാചക രീതിയിലൂടെ ജീവിത രീതിയുമായും ലിംഗനീതിയുമായും ബന്ധപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അടക്കിയൊതുക്കാൻ ശ്രമിക്കുന്ന യാഥാസ്ഥിതികരെയാണ് എഴുത്തുകാരി തുറന്നു കാട്ടുന്നത്. പാചകം സ്ത്രീയുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. പുരുഷ പങ്കാളിത്തം അടുക്കളയിൽ സാധ്യമായിട്ടുണ്ട്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇടപെടേണ്ട ഒരിടമാണ് അടുക്കള. രണ്ടാമത്തെ ചോദ്യം, എരിശ്ശേരി തിളക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചിരി മനസ്സിലുണ്ടാക്കുന്ന ആഹ്ലാദത്തിൻ്റെ പ്രതിഫലനമാണ്. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഉള്ളിൽ നിന്ന് വരുന്ന ചിരി അടക്കിയൊതുക്കി നിർത്തേണ്ടതല്ല. മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ ലിംഗഭേദത്തിൻ്റെ ആവശ്യമില്ല.